ജിൻഡോ, ഇവിടെ ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥന്റെ മെറിറ്റൊന്നും അല്ല ജിൻഡോ പ്രശ്നം. മുൻപ് നിങ്ങൾ തന്നെ ഉന്നയിച്ച ആരോപണങ്ങൾ CPM-നെയൊക്കെ മാറ്റി നിർത്താം. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പോൾ നമ്മൾ കേട്ട രമേശ് ചെന്നിത്തല അടക്കമുള്ള കോൺഗ്രസിന്റെ തന്നെ മുതിർന്ന നേതാക്കൾ ഉന്നയിച്ച ആരോപണങ്ങൾ, VD സതീശൻ എന്ന ഇന്നത്തെ മുഖ്യമന്ത്രി SIR-മായി ബന്ധപ്പെട്ട് അന്ന് അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങൾ, ഇതൊക്കെയും ഇപ്പോൾ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ തന്നെ നിൽക്കുകയാണ് ജിൻഡോ, ഡെമോക്രസിന്റെ വാള് പോലെ. എങ്ങനെയാണ് ഇതിൽ നിന്ന് മറികടക്കാനാകുക? അസിത, എനിക്ക് 4-5 കാര്യങ്ങൾ പറയാനുണ്ട്. താങ്കൾ ഇടപെടാതെ എനിക്ക് സമയം തരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുശേഷം താങ്കൾ ഇടപെടുന്നതായിരിക്കും കേൾക്കുന്നവർക്കും താങ്കൾക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ നന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന്, തൃശ്ശൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട വോട്ട് ചോരി ആരോപണം പുറത്തു വന്നപ്പോൾ സുരേഷ് ഗോപിയുടെ ഡ്രൈവർക്ക് കള്ള വോട്ടുണ്ടെന്നും വീട്ടുകാർക്ക് ഇരട്ട വോട്ടുണ്ടെന്നുള്ള ആക്ഷേപം വന്നപ്പോൾ കോൺഗ്രസ് കൃത്യമായി ആ വിഷയത്തിൽ കൃത്യമായി രാഷ്ട്രീയം പറയുകയും അതിൽ എതിർക്കുകയും ആ വിഷയം ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ള CPM നേതാക്കന്മാർക്ക് സമാനമായ ഒരു ആക്ഷേപം ഉണ്ടായിട്ടില്ല. വോട്ട് ചോരി എന്നുള്ള വാക്ക് പോലും പറയാത്തൊരു മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയൻ. അവിടെയൊക്കെ കൃത്യമായി ഈ വിഷയത്തിലെ രാഷ്ട്രീയം മുന്നിൽ വെച്ചുകൊണ്ട് കൃത്യമായി ക്യാമ്പയിൻ ചെയ്ത പാർട്ടിയുടെ പേര് കോൺഗ്രസ് പാർട്ടിയാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ സംശയം? രത്തൻ കേൽക്കറെ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫായി നിയമിച്ചതിൽ നിങ്ങളുടെ സംശയം എന്താ? ഏതെങ്കിലും തരത്തിൽ രത്തൻ കേൽക്കർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെയും UDF-നെയും സഹായിച്ചു എന്നുള്ളൊരു സംശയം നിങ്ങൾക്കുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിലൊരു കുഴപ്പമുണ്ട്. കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിക്കുന്ന സർക്കാരിനും 12-11 വർഷത്തിലധികമായി ഈ കേന്ദ്രം ഭരിക്കുന്ന രാജ്യം ഭരിക്കുന്ന സർക്കാരിനുമെതിരായിട്ട് ഒരു സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ 10-12 വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും രീതിയിൽ ഇടപെടൽ നടത്തി എന്ന് പറഞ്ഞാൽ പറയുന്നവരുടെ കൂടെയുള്ളവർ വിശ്വസിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പൊ അതൊരു ബാലിശമായ ആരോപണമാണ്. ഇനി അതിനപ്പുറത്തൊരു കാര്യം കൂടി ചോദിക്കട്ടെ. അസിതയുടെ പ്രശ്നം ഇതാണ്. അസിത തിരക്ക് കൂട്ടല്ലേ? അസിതയുടെ പ്രശ്നം ബംഗാളിൽ എന്താ? കേന്ദ്ര സർക്കാരിന് വേണ്ടി BJP-ക്ക് വേണ്ടിയിട്ട് അവിടുത്തെ ഇലക്ഷൻ കമ്മീഷണർ പണിയെടുത്തു എന്നുള്ള ആരോപണം ഞങ്ങൾക്ക് ഇപ്പോഴുമുണ്ട്. കാരണം ഭരിക്കുന്നവർക്ക് വേണ്ടി ഇലക്ഷൻ കമ്മീഷണർ BJP-യുടെ മണ്ഡലം പ്രസിഡന്റിന്റെ നിലവാരത്തിൽ കച്ചിട്ടിറക്കുന്ന കാലത്താണ്. ഞാൻ ഒന്നിടപെടുന്നു. ഒറ്റ മിനിറ്റ്. ആ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം ഒരിക്കൽ കൂടി ഒന്ന് കേൾപ്പിക്കൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഓഫീസിൽ BJP-യുടെ സീല് അതെങ്ങനെ വരുന്നു? അതെങ്ങനെ അവിടെ വന്നു? തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJP-യും തമ്മിൽ എന്താണ് ബന്ധം? സ്വതന്ത്രവും നിഷ്പക്ഷവും നീതിപൂർവവുമായി തെരഞ്ഞെടുപ്പ് നടത്തേണ്ട ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസിൽ BJP-യുടെ സീല് വരുന്നത് ദുരൂഹമാണ്. ഇതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം അനിവാര്യമാണ്. പറഞ്ഞോളൂ ജിൻഡോ. അസിത പറഞ്ഞതിൻ്റെ യുക്തി എനിക്ക് മനസ്സിലായി. ഞാൻ വിചാരിക്കുന്നു ഇലക്ഷൻ കമ്മീഷണർ അയച്ച കത്തിൽ BJP-യുടെ സീൽ വന്നതുമായി ബന്ധപ്പെട്ട ആരോപണമാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. ആ വിഷയത്തിൽ കൃത്യമായി രാഷ്ട്രീയ ആക്ഷേപങ്ങൾ വരികയും വലിയ രീതിയിലുള്ള വിവാദങ്ങളാകുകയും ചെയ്തപ്പോൾ അക്കാര്യത്തിൽ ശ്രദ്ധക്കുറവ് കാണിച്ച ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തെന്നുള്ള വാർത്തയും ഞാൻ കണ്ടു. എന്നെ നിങ്ങൾക്ക് തിരുത്താം. അതിനപ്പുറത്ത് SIR-മായി ബന്ധപ്പെട്ട വിഷയത്തിൽ രത്തൻ കേൽക്കറെ നേരിട്ട് വിരൽ ചൂണ്ടുന്ന ഏതെങ്കിലും ഒരു ആക്ഷേപം ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഉന്നയിച്ചതായിട്ട് താങ്കളുടെ മുമ്പിലുണ്ടോ? CPM-ന്റെ നേതാവിന്റെ ജയരാജന്റെ പേര് താങ്കൾ പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അസിതയ്ക്ക് എന്താണ് എന്നെ പറയാൻ സമ്മതിക്കുന്ന നിർബന്ധമുണ്ട്? എനിക്ക് ആക്ഷേപമില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ്? ആരാണ്? അല്ല, ഞാൻ പറയട്ടെ രത്തൻ കേൽക്കർ അടക്കമുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഞങ്ങൾക്ക് ആക്ഷേപമുണ്ട്. അതിനപ്പുറത്ത് രത്തൻ കേൽക്കർ എന്ന ഉദ്യോഗസ്ഥനെ നേരിട്ട് വിരൽ ചൂണ്ടുന്ന ഏതെങ്കിലും ആക്ഷേപം നിങ്ങൾക്കുണ്ടോ? ഉണ്ടായിരുന്നോ? CPM പറഞ്ഞിട്ടുണ്ടോ ഇദ്ദേഹം ഒരു കറക്റ്റഡ് ആയിട്ടുള്ള ഓഫീസറാണ്, ഇദ്ദേഹം BJP-ക്ക് വേണ്ടി പണിയെടുക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? SIR പുനഃക്രമീകരണവുമായി ബന്ധപ്പെട്ട സമയത്ത് ഈ ഉദ്യോഗസ്ഥനെ നേരിട്ട് വിരൽ ചൂണ്ടുന്ന ഏതെങ്കിലും ഒരു ആക്ഷേപം പറഞ്ഞിട്ടുണ്ടോ? BJP-യുടെ സീലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിൽ ശ്രദ്ധക്കുറവ് കാണിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തു എന്നാണ് എന്റെ അറിവ്. പത്രമാധ്യമങ്ങളിലൂടെ വന്ന അറിവാണ്. ഞാൻ ചോദിക്കട്ടെ അസിത കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പിണറായി വിജയന് തുടർഭരണം കിട്ടുന്ന രീതിയിലുള്ള ഒത്തിരി കണ്ടുപിടുത്തലങ്ങൾ നടത്തിയല്ലോ, ഇല്ലേ? അപ്പോഴെങ്കിലും അസിതയ്ക്ക് തോന്നിയോ രത്തൻ കേൽക്കർ UDF-ന് വേണ്ടി എന്തെങ്കിലും പണിയെടുക്കുന്നതായിട്ട് തോന്നിയോ? അത്രയും മൈന്യൂട്ടായിട്ടുള്ള കണ്ടുപിടുത്തം നടത്തിയ അസിതയ്ക്ക് പോലും തോന്നിയില്ലല്ലോ. അല്ല, ഞാൻ എന്ത് കണ്ടുപിടുത്തം നടത്തിയതിനെ കുറിച്ചാണ് ജിൻഡോ പറഞ്ഞത് എനിക്ക് അറിയില്ല. ഇനി ഇപ്പോൾ രത്തൻ കേൽക്കർ UDF-നെ സഹായിച്ചു എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, BJP സഹായിച്ചു എന്ന് പറഞ്ഞു രമേശ് ചെന്നിത്തല, ഇന്നത്തെ ആഭ്യന്തരമന്ത്രി. കോഴിക്കോട് സ്ട്രോങ് റൂം
വോട്ടിംഗ് മെഷീൻ സൂക്ഷിച്ച സ്ട്രോങ് റൂമിൽ അനധികൃതമായി പരിശോധന നടത്തി എന്നുള്ള ആക്ഷേപം കോൺഗ്രസ് ഉന്നയിച്ചു. CPM ഉണ്ടായിരുന്നോ? അതിൽ ഏതെങ്കിലും രീതിയിലുള്ള സംശയം അസിതയ്ക്ക് ഉണ്ടായിരുന്നോ? ഈ കേരളത്തിലെ ഇടതുപക്ഷം എന്ന് അവകാശപ്പെടുന്ന CPM-കാർ അവരെല്ലാം യഥാർത്ഥ ഇടതുപക്ഷം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ CPM ഉണ്ടായിരുന്നോ? കോഴിക്കോട് സ്ട്രോങ് റൂം തുറന്നതുമായി ബന്ധപ്പെട്ട ആക്ഷേപം ഞങ്ങൾക്കുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള അതിലുള്ള ഉദ്യോഗസ്ഥർ സംസ്ഥാന സർക്കാരിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ പോകുന്ന ഉദ്യോഗസ്ഥരാ. അപ്പൊ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് പല ഘട്ടത്തിലും ഉണ്ടായ ഇടപെടലുകളെ കുറിച്ച് ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു എന്നുള്ള ആക്ഷേപം നിലനിൽക്കുകയാണ്. ആ ആക്ഷേപം ഞങ്ങൾ ഇപ്പോഴും പറയുന്നു. ഇല്ലേ, സ്ട്രോങ് റൂം തുറന്നപ്പോ CPM-ന്റെ ഏതെങ്കിലും നേതാവിന് ഞെട്ടലുണ്ടായോ, ഭയമുണ്ടായോ? ഇല്ലല്ലോ. ഇവിടുത്തെ പ്രശ്നം എന്താ ഞാൻ ചോദിക്കാം. ഇത് എന്താണ് ഈ പറയുന്നത്? ഞാൻ ഒന്ന് പറയട്ടെ എന്ന്. നിങ്ങൾ ഇത്രയും വിപ്രാളമൊന്നും നിങ്ങൾ CPM-ന്റെ നേതാവ് പറഞ്ഞപ്പോഴോ BJP-യുടെ നേതാവ് പറഞ്ഞപ്പോഴോ ഇല്ലല്ലോ. ഞാനൊന്ന് പറയട്ടെ. മെയ് 23 വരെ രത്തൻ കേൽക്കർ ഒരു മോശപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നുള്ള ആക്ഷേപം നിങ്ങൾക്ക് ആർക്കും ഉണ്ടായില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുന്നത് വരെ മെയ് 23 വരെ അദ്ദേഹത്തെ കുറിച്ചൊരു ആക്ഷേപം നിങ്ങൾക്കുണ്ടായില്ല. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഏറ്റവും നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷണർ സ്ഥാനത്തേക്ക് ശുപാർശ ചെയ്ത് പിണറായി വിജയന്റെ സർക്കാർ. പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിനെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹം ഇടപെട്ടു അത്രേ. അങ്ങനെയാണെങ്കിൽ 11 വർഷമായിട്ട് രാജ്യം ഭരിക്കുന്ന സർക്കാരിനെതിരായിട്ട്, 10 വർഷമായിട്ട് രാജ്യം ഭരിക്കുന്ന സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനെതിരായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന നിങ്ങൾ പോലും തോൽക്കാൻ സാധ്യതയുണ്ടെന്ന് നിരീക്ഷണം നടത്തിയ കോൺഗ്രസിന് വേണ്ടി ഇടപെട്ടു എന്ന് പറഞ്ഞാൽ സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന ഒരു ലോജിക്കാണോ? ഇനി അടുത്തത് ഞാൻ ചോദിക്കട്ടെ. BJP പറയുന്നുണ്ട് ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഇലക്ഷൻ കമ്മീഷൻ ഒരു പ്രശ്നമില്ലെന്ന്. പിന്നെ എന്താ ഇവിടുത്തെ പ്രശ്നം? എന്താ? അത് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ 100 സീറ്റ് കിട്ടുമെന്ന് VD സതീശൻ പറഞ്ഞു, അതിനനുസരിച്ചുള്ള റിസൾട്ട് വന്നു. അത് നാട്ടുകാരുമായിട്ട് ബന്ധമുള്ള നേതാക്കന്മാർക്ക് അത്തരം പ്രഡിക്ഷൻ നടത്താൻ പറ്റും. അത് VD സതീശൻ മാത്രമല്ല, KC വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ട്, കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ശശി തരൂരും സണ്ണി ജോസഫും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? CPM-ന് 35 സീറ്റ് കിട്ടുമെന്ന് VT ബൽറാം പ്രവചിച്ചിട്ടുണ്ട്. ഇത് നാട്ടുകാരായിട്ട് ബന്ധം വേണം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ. അതിന് ഇലക്ഷൻ കമ്മീഷന്റെ സ്വാധീനം വേണ്ട. നിങ്ങൾ പറയുന്നത് എന്ത് സംശയമാണ്? എന്താണ് നിങ്ങളുടെ സംശയം? ഇലക്ഷൻ കമ്മീഷൻ ഏതെങ്കിലും തരത്തിൽ UDF-നെ സഹായിച്ചു എന്നുള്ള ഏത് തരത്തിലുള്ള സംശയമാണ് നിങ്ങളുടെ? അപ്പൊ പിന്നെ പ്രശ്നം തീർന്നല്ലോ. ഇവിടെ രാഷ്ട്രീയമായിട്ട് ഒരു ആക്ഷേപത്തിന് ഇടയില്ല. ഭരണഘടനാപരമായ ഒരു തെറ്റല്ല, നിയമപരമായ ഒരു തെറ്റല്ല. പിന്നെ എന്താ നിങ്ങളുടെ പ്രശ്നം? ഈ പറഞ്ഞ 7 ദിവസത്തിനുള്ളിൽ നിയമിച്ചു എന്നുള്ളത് ധാർമ്മിക പ്രശ്നം. ആ ധാർമ്മിക പ്രശ്നം ഉണ്ടെന്ന് സൂചിപ്പിക്കാൻ എന്താണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു തെറ്റായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുക? ഇലക്ഷൻ സമയത്ത് ഏതൊക്കെ രീതിയിൽ UDF-നെ സഹായിക്കുന്ന നിലപാടെടുത്തോ? ഞങ്ങൾക്കാണ് ആക്ഷേപം ഉണ്ടായിരുന്നത്. സ്ട്രോങ് റൂം തുറന്നതുമായി ബന്ധപ്പെട്ട ആക്ഷേപം ഞങ്ങൾക്കാണ് ഉണ്ടായിരുന്നത്, അല്ലേ? നിങ്ങൾക്കുണ്ടായിരുന്നോ? നിങ്ങൾക്ക് ഇല്ലാത്ത ആക്ഷേപം പോലും ഉണ്ടായിരുന്ന ആളുകൾ ഞങ്ങളാ. വോട്ട് ചോരി ഉന്നയിച്ച് തൃശ്ശൂർ സമരം നടത്തിയത് കോൺഗ്രസ്, CPM മിണ്ടിയില്ല. സുരേഷ് ഗോപിയുടെ ഡ്രൈവർക്ക് കള്ളവോട്ടുണ്ടായ വിഷയത്തിൽ CPM ഒരു ആർഗ്യുമെന്റ് പറഞ്ഞിട്ടുണ്ടോ? ഇനി നിങ്ങൾ പറഞ്ഞ ജയരാജൻ കേൾക്കർക്കെതിരെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടോ? പൊതുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആക്ഷേപം എല്ലാവർക്കും ഉണ്ടെന്നേ. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആക്ഷേപം നിലനിൽക്കുമ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗമായി പ്രവർത്തിച്ച സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥരില്ലേ, അവരെ എല്ലാവരും നിങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ആക്ഷേപം. അവർക്ക് എല്ലാവർക്കും ഈ പാവഭാരത്തിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.